നമസ്കാരം. വളരെ നിർണായകമായ ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. വിൻസെന്റ് എം.എൽ.എ തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിട്ടുണ്ടെന്ന ഇരയായ വീട്ടമ്മ ഇക്കാര്യം താൻ മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടയിൽ കയറി വന്ന് തന്നെ കയറി പിടിക്കുകയായിരുന്നു ഇരയായ വീട്ടമ്മ പീപ്പിളിനോട് പറഞ്ഞു. വീട്ടമ്മയുടെ വാക്കുകളിലേക്ക്. വിൻസെന്റ് എം.എൽ.എ എൻ്റെ കടയിൽ കയറി വന്നു, എന്നെ കയറി പിടിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇത്രയും ചങ്കൂറ്റം ബാലരാമപുരത്ത് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ കയറി പിടിച്ചു. കടയിൽ വന്ന് എന്നെ ഉപദ്രവിച്ചു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും ഞാൻ പറഞ്ഞു. ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. വിൻസെന്റ് എം.എൽ.എ സെപ്റ്റംബർ മാസവും നവംബർ മാസത്തിലും 2 ദിവസം എൻ്റെ ചേട്ടനും മോനും ഇല്ലാത്ത സമയം നോക്കി വന്ന് എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും പറഞ്ഞു. ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ. ജീവൻ കുമാർ കൂടി ചേരുകയാണ് വിവരങ്ങളുമായി. ജീവൻ, ശക്തമായ വെളിപ്പെടുത്തലുകളാണ് വീട്ടമ്മ നടത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ നമ്മളോട് പറഞ്ഞത്? ഗ്രീഷ്മ, ഒരുപക്ഷെ ഈ കേസിൽ ഉൾപ്പെട്ട വ്യക്തി ഒരു വളരെ പ്രധാനപ്പെട്ട എം.എൽ.എ ആണ് എന്നതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരുപക്ഷെ അവരിൽ നിന്ന് തന്നെ ഈ കാര്യം അറിയുക എന്ന നിർബന്ധം നമ്മൾ സ്വീകരിച്ചിരുന്നു. കാരണം ഇത് സംബന്ധിച്ച് ഒരു എതിർ പ്രസ്താവന ഇതിനോടകം തന്നെ എം.എൽ.എ എം വിൻസെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ അവാസ്തവമാണ്, താൻ ഇത്തരത്തിൽ ആരെയും പീഡിപ്പിച്ചിട്ടില്ല, താൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല എന്ന നിലപാടിലേക്കാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം എത്തിയത്. തുടർന്ന് അദ്ദേഹം DGPക്ക് ഒരു പരാതിയും ഈ കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പരാതിയും ഈ കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ പോലീസും മജിസ്ട്രേറ്റും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ആ കാര്യങ്ങൾ കുറച്ചുകൂടി കൃത്യമായി അറിയുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇന്ന് അവരെ സമീപിച്ചത്. അവർ എന്നാൽ ഈ കാര്യം നമ്മളോട് പറയാൻ തയ്യാറായിരിക്കുന്നു. അവർ പറഞ്ഞ വാക്കുകൾ ഇതിനോടകം പ്രേക്ഷകർ കേട്ടു. സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായിട്ടാണ് തന്നെ പീഡിപ്പിച്ചത്. തൻ്റെ അവരുടെ വാക്കുകൾ ഇപ്രകാരമാണ്: തൻ്റെ ചേട്ടനും തൻ്റെ മകനും ഇല്ലാതിരുന്ന സമയത്താണ് വീട്ടിൽ കയറി വന്ന് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചത്. ഒപ്പം പോലീസിനോടും മജിസ്ട്രേറ്റിനോടും ഈ കാര്യം താൻ പറഞ്ഞിട്ടുണ്ട്. ആ മൊഴിയിൽ താൻ ഉറച്ചു നിൽക്കുന്നു. അതുകൂടാതെ തൻ്റെ കടയിൽ വന്ന് തന്നെ ഇത്തരത്തിൽ ദയവായി തുടരുക. ഇപ്പോൾ ആ വീട്ടമ്മയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. വിൻസെന്റ് എം.എൽ.എ എൻ്റെ കടയിൽ കയറി വന്നു, എന്നെ കയറി പിടിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇത്രയും ചങ്കൂറ്റം ബാലരാമപുരത്ത് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ കയറി പിടിച്ചു. കടയിൽ വന്ന് എന്നെ ഉപദ്രവിച്ചു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും ഞാൻ പറഞ്ഞു. ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. വിൻസെന്റ് എം.എൽ.എ സെപ്റ്റംബർ മാസവും നവംബർ മാസത്തിലും 2 ദിവസം എൻ്റെ ചേട്ടനും മോനും ഇല്ലാത്ത സമയം നോക്കി വന്ന് എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും പറഞ്ഞു. ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ. ജീവൻ, ഇത്തരത്തിൽ ശക്തമായ ഒരു വെളിപ്പെടുത്തൽ ഇരയായ സ്ത്രീ തന്നെ നടത്തുമ്പോൾ വിൻസെന്റ് എം.എൽ.എ കൊടുക്കുമെന്ന കാര്യത്തിൽ ഇനി സംശയമുണ്ടോ? നിലവിൽ അതിൻ്റെ മറ്റ് വശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇത് ഇപ്പോൾ വീട്ടമ്മ ഈ പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ വളരെ ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ് വീട്ടമ്മ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ വനിതാ മജിസ്ട്രേറ്റായ ആനി വർഗീസ് അവർ നേരിട്ടെത്തി നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഈ വീട്ടമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഇന്ന് ഇപ്പോൾ പോലീസ് മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയുടെ പകർപ്പ് ലഭിക്കുന്നതിനായി പോലീസ് അപേക്ഷ നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ, ഒരുപക്ഷെ വീട്ടമ്മയുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകേണ്ടതില്ല, പകരം ശാസ്ത്രീയമായ ചില തെളിവുകൾ കൂടി വേണം എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ
ഇപ്പോൾ ഫോൺ സംഭാഷണം അല്ലെങ്കിൽ അവരുടെ കോൾ ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഭവം ഇപ്പോൾ വീട്ടമ്മ തന്നെ ഓൺ ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ താൻ പീഡിപ്പിക്കപ്പെട്ട വ്യക്തി ഇത്തരത്തിൽ MLA ആണ്, MLA തന്നെ വീട്ടിൽ വന്നാണ് പീഡിപ്പിച്ചത്, ശാരീരികമായും മാനസികമായും തന്നെ പീഡിപ്പിക്കുന്നു എന്ന് അവർ പറയുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ പോലീസ് ഓൾറെഡി ഒരു നേരത്തെ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ബലാത്സംഗ കുറ്റം കൂടി ഇപ്പോൾ ചുമത്തപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും കുരുക്ക് മുറുകുകയാണ് എന്ന് പറയേണ്ടതായി വരും. ഗ്രീഷ്മ, ജീവൻ, ആ വീട്ടമ്മയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് നവംബർ സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇത്തരത്തിൽ MLA തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ പരാതി നൽകാൻ ഇത്രയും വൈകിയത്? പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്നത് ഒരു MLA ആയതുകൊണ്ടാണോ? അത് സംബന്ധിച്ചുള്ള വിശദീകരണം അവർ പീപ്പിളിനോട് നടത്തിയില്ല. എന്നാൽ മജിസ്ട്രേറ്റിനോടും പോലീസിനോടും ഇത് സംബന്ധിച്ചുള്ള ചില വിശദീകരണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് എന്നതാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അന്ന് പറയാതെ, അന്നു മുതൽ താൻ മാനസികമായി വലിയ വിഷമത്തിലായിരുന്നു എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം പല ഘട്ടങ്ങളിലായി താൻ ഇത് പരാതി നൽകുന്നതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതടക്കമുള്ള വിശദീകരണങ്ങളാണ് അവർ നൽകിയത്. എന്നാൽ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ അവർ ഈ കാര്യത്തിൽ നമ്മളോട് പറയാൻ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഒരു പീഡിപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമം നടത്തി ആശുപത്രിയിൽ കഴിയുന്ന ഒരു സ്ത്രീയോട് ഇത്തരമൊരു സാഹചര്യത്തിൽ ചോദിക്കാൻ കഴിയാവുന്നതിൻ്റെ ഒരു ജീവൻ, ദയവായി തുടരുക. ഇപ്പോൾ ഷാഹിദ കമാൽ കൂടി ചേരുകയാണ്. ശ്രീമതി ഷാഹിദ കമാൽ, ഇരയായ വീട്ടമ്മ തന്നെ വിൻസെന്റ് MLAക്കെതിരെ ശക്തമായ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ MLA തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നവർ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. മജിസ്ട്രേറ്റ് നൽകിയിരിക്കുന്ന മൊഴിയിലും പറഞ്ഞിരിക്കുന്നു. നമുക്ക് അവരുടെ ബൈറ്റും ലഭ്യമായിട്ടുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? കോൺഗ്രസ് പാർട്ടിയുടെ ഇരട്ട മുഖത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന സ്ത്രീ പീഡനങ്ങൾക്കെതിരെ ഊരിപ്പിടിച്ച വാളുമായി ചാനലുകളുടെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാര് ഇന്ന് ഞാൻ അറിഞ്ഞത് ശ്രീ വിൻസെന്റ് MLAക്കെതിരെ പാർട്ടി തലത്തിലൊരു അന്വേഷണം നടത്താൻ പോലും തയ്യാറല്ല എന്നാണ് KPCC അധ്യക്ഷൻ ശ്രീ MM ഹസൻ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ ആക്രമിക്കുന്നതിൽ രാഷ്ട്രീയത്തിന്റെ നിറം നോക്കി അതിന്റെ ഇരകൾക്കൊപ്പം നിൽക്കാതെ സ്വന്തം പാർട്ടിക്കാരാണ് പീഡിപ്പിക്കുന്നതെങ്കിൽ ആ പാർട്ടിക്കാർക്കൊപ്പം നിൽക്കുകയും മറ്റാരെങ്കിലുമാണ് പീഡിപ്പിക്കുന്നതെങ്കിൽ ഇരകൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുകയും ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയുടെ വൈകൃതമായ മുഖത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അവരൊരു വീട്ടമ്മയാണ്. അവർക്ക് കപടതയില്ലാത്ത ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്. ഇന്നലെ അവര് മജിസ്ട്രേറ്റിന്റെ മുന്നിലും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലും ഇന്ന് ഏറ്റവും അവസാനമായി പരസ്യമായി വന്നുകൊണ്ട് ഒരു ചാനലിന് അഭിമുഖം തന്നുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആദ്യം ആവശ്യപ്പെടേണ്ടത് KPCC അധ്യക്ഷനും കോൺഗ്രസ് പാർട്ടിയുമാണ്. പക്ഷേ അവിടെ മുഖം തിരിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ സ്ത്രീകളോടുള്ള മനോഭാവം, സ്ത്രീകളോടുള്ള സമീപനം കോൺഗ്രസ് പാർട്ടിയുടേത് എന്താണ് എന്ന് കേരളീയ സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ശ്രീ വിൻസെന്റ് MLA സ്ഥാനം രാജിവെക്കണം. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകണം. ശ്രീമതി ഷാഹിദ കമാൽ, ദയവായി തുടരുക. ഇപ്പോൾ താങ്കൾക്ക് കൂടി കേൾക്കാനായ ഇരയായ സ്ത്രീയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേട്ടതിന് ശേഷം നമുക്ക് തിരികെ എത്താം. വിൻസെന്റ് MLA എൻ്റെ കടയിൽ കയറി വന്നു, എന്നെ കയറി പിടിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇത്രയും ചങ്കൂറ്റം ബാലരാമപുരത്ത് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ കയറി പിടിച്ചു. കടയിൽ വന്ന് എന്നെ ഉപദ്രവിച്ചു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും ഞാൻ പറഞ്ഞു. ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. വിൻസെന്റ് MLA സെപ്റ്റംബർ മാസവും നവംബർ മാസത്തിലും 2 ദിവസം എൻ്റെ ചേട്ടനും മോനും ഇല്ലാത്ത സമയം നോക്കി വന്ന് എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും പറഞ്ഞു. ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ. ശ്രീമതി ഷാഹിദ കമാൽ, താങ്കൾ ലൈനിലുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് കോൺഗ്രസ്
പൂർണ്ണമായ പിന്തുണ നൽകിയിരിക്കുകയാണ് എം വിൻസെന്റ് MLA-ക്ക്. ബാലരാമപുരത്ത് ഇത്രയും ചങ്കൂറ്റം ആർക്കാണ് എന്നാണ് MLA ചോദിച്ചതെന്നാണ് ആ വീട്ടമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ത്രീയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നതാണ് ഒരു കോൺഗ്രസുകാരന്റെ ചങ്കൂറ്റം. എത്ര അപഹാസ്യമാണ്, എത്ര ക്രൂരമാണ്. സംരക്ഷണം കൊടുക്കേണ്ട കരങ്ങളാൽ ആ മണ്ഡലത്തിലെ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനപ്രതിനിധിയാകാൻ യോഗ്യനാണോ എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടി പുനർവിചിന്തനത്തിന് തയ്യാറാകേണ്ട സമയമാണ്. അദ്ദേഹം ആ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെയും അപഹസിക്കുകയാണ്. തന്റെ മണ്ഡലത്തിലെ ഒരു സ്ത്രീ ആകട്ടെ ആരുമാകട്ടെ, അവരൊരു പരാതിയുമായി ചെന്നാൽ അതിന് പരിഹാരം കാണുകയും സംരക്ഷണം കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ജനപ്രതിനിധി, ഒരു വീട്ടമ്മ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി അവർ തുറന്നു വെച്ചിരിക്കുന്ന അവരുടെ സ്ഥാപനത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് അവരെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ഇത്രയും തന്റെ ഇടം മറ്റാർക്കുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇവിടെ ചോദ്യം ചെയ്യാൻ ആരാണുള്ളത്, എന്നെ ഇവിടെ തിരുത്താൻ ആരാണുള്ളത് എന്ന അദ്ദേഹത്തിന്റെ ഭാഷ്യം അത് കേരളീയ സമൂഹത്തെ മുഴുവൻ അപമാനപ്പെടുത്തുന്നതാണ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ജനപ്രതിനിധികൾ ഇവിടെ വിൻസെന്റിന്റെ മാത്രം കാര്യമല്ല, നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അടക്കം അന്ന് UDF-ലെ എല്ലാ മന്ത്രിമാർക്കുമെതിരെ, പല MP-മാർക്കെതിരെ, MLA-മാർക്കെതിരെ, KPCC ഭാരവാഹികൾക്കെതിരെ, പല ഉന്നത നേതാക്കന്മാർക്കെതിരെ എത്രയോ ലൈംഗിക ആരോപണങ്ങൾ കേരളത്തിൽ നമ്മൾ കേട്ടതാണ്. അന്നൊന്നും ഒരാൾക്കെതിരെയും നടപടിയെടുക്കാനോ ഒരു അന്വേഷണത്തിന് തയ്യാറാകാനോ അന്നത്തെ KPCC നേതൃത്വമോ അന്നത്തെ ഗവൺമെന്റോ തയ്യാറാകാത്തതിന്റെ ഫലമാണ് ഇത്രയും ധിക്കാരത്തോടുകൂടി, ഇത്രയും തന്റേടത്തോടുകൂടി ഒരു MLA ഒരു സ്ത്രീയെ സമീപിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ഗൗരവത്തോടുകൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ശ്രീമതി ഷാഹിദ കമാൽ, എന്തിനും ഏതിനും അഭിപ്രായം പറയുന്ന കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഇതുവരെ ഒരക്ഷരം മിണ്ടിയില്ല എന്നതുകൂടി എത്രത്തോളം അപഹാസ്യമായ ഒരു കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിയിലെ സ്ത്രീകളെ 10-30 വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരാളാണ്. കോൺഗ്രസ് പാർട്ടിയിലെ സ്ത്രീകളെ എനിക്കറിയാം. അവരൊക്കെ തലയിൽ മുണ്ടിട്ട് മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെയൊക്കെ ഇരട്ട മുഖം വെളിച്ചത്ത് കൊണ്ടുവരണം. കാരണം സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാര് സ്ത്രീകളെ ഇത്ര പരസ്യമായി അവരുടെ സ്ഥാപനത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇത്ര തന്റെ ഇടത്തോടെ ചങ്കൂറ്റത്തോടുകൂടി കടന്നു പിടിക്കുമ്പോൾ പരസ്യമായിട്ടാണ് കടന്നു പിടിച്ചത്. അവരുടെ സ്ഥാപനത്തിൽ ചെന്ന് പരസ്യമായി കടന്നു പിടിച്ചപ്പോൾ ആ സ്ത്രീ അതിനെ എതിർത്തപ്പോൾ ആ ഇരയോടൊപ്പം നിൽക്കുവാനോ ആ ഇരയ്ക്ക് വേണ്ടി ശബ്ദിക്കുവാനോ ഇവിടെ എത്രയോ പേരുടെ കോലം കത്തിക്കുന്ന മഹിളാമണികളെ നമ്മൾ കണ്ട് എവിടെ പോയി? ഇപ്പൊ അവരൊക്കെ നമ്മൾ കണ്ടില്ലേ? അമ്മയുടെ പേര് അമ്മയെ മാറ്റി അച്ഛനാക്കണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. എവിടെ പോയി ഇപ്പൊ ഈ അമ്മമാരും അച്ഛന്മാരും ഒക്കെ എവിടെ പോയി? അപ്പോൾ സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവ്, അത് ഇന്ന് മാത്രമല്ല ഇന്നലകളിലും അങ്ങനെ തന്നെയാണ്, കഴിഞ്ഞ കുറെ കാലങ്ങളായി കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതൊന്നും അന്വേഷിക്കുവാനോ അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ അന്വേഷണം നടത്താൻ, ഗവൺമെന്റ് തലത്തിൽ അന്വേഷണം നടത്തുവാൻ ഒന്നും തയ്യാറായിട്ടില്ല. അത്തരം കഥകൾ വരുമ്പോൾ ഇവരൊക്കെ മൗനം അവലംബിക്കുകയും മറ്റേതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവരൊക്കെ അട്ടഹസിച്ചുകൊണ്ട് പുറത്തു വരികയും ചെയ്യുന്ന ഇവരുടെയൊക്കെ ഈ സമീപനം കേരളീയ സമൂഹത്തിലെ സ്ത്രീ സമൂഹം, പൊതുസമൂഹം വളരെ ഗൗരവത്തോടുകൂടി കാണണം. ഒരാൾ പോലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചു. ഏതെങ്കിലും കോൺഗ്രസിലെ ഒരു സ്ത്രീകൾ ഇതുവരെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പരസ്യമായി ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ച്. എന്നിട്ട് പോലും ഈ നിമിഷം വരെ കോൺഗ്രസിലെയോ UDF-ലെയോ ഒരു സ്ത്രീകൾ പോലും ഇതിനെതിരെ അല്ലെങ്കിൽ ഇരയ്ക്ക് വേണ്ടി, ഇരയെന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ വിലപിക്കുമ്പോൾ ഇതും ഒരു ഇരയല്ലേ? ഒരു വീട്ടമ്മ ഉപജീവനത്തിന് വേണ്ടി സ്വന്തം കടയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥാപനത്തിൽ കയറി ആക്രമിക്കപ്പെട്ടു. അവിടെ ആ ഇരയ്ക്ക് വേണ്ടി പോലും ഒന്ന് ശബ്ദിക്കാൻ കഴിയാത്ത ഇവരൊക്കെയാണോ നേതാക്കന്മാര്? വളരെ നന്ദി ശ്രീമതി ഷാഹിദ കമാൽ ഇപ്പോൾ പ്രതികരിച്ചതിന്. ജീവനിലേക്ക് കൂടി പോവുകയാണ്. ജീവൻ, ഇരയായ സ്ത്രീ തന്നെ ഇത്തരത്തിൽ വ്യക്തമായ ഒരു മൊഴി നൽകി എന്നതിനേക്ക് അപ്പുറത്തേക്ക് ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ശേഖരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ ഇപ്പോൾ പോലീസിന്? തീർച്ചയായും. കാരണം ഇപ്പോൾ പ്രതി ആരോപണ വിധേയനായി നിൽക്കുകയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന എം വിൻസെന്റ് ഒരു നിസ്സാരപ്പെട്ട വ്യക്തിയല്ല. അദ്ദേഹം കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. 140 പേരിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൻ്റെ പരിച്ഛേദമായ നിയമസഭയിലെ ബഹുമാനപ്പെട്ട ഒരു അംഗമാണ്. അത്തരമൊരു വ്യക്തിയെ അങ്ങനെ ഒരു സാധാരണ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കുറച്ചുകൂടി
വിശദമായ അല്ലെങ്കിൽ അത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതിനു ശേഷം മാത്രം മതി അറസ്റ്റ് എന്ന ഒരു നിലപാടിലാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത്. 7 അംഗ അന്വേഷണ സംഘത്തിൽ വനിതയും അതോടൊപ്പം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുമായ അജിത ബീഗമാണ് അതിനെ ഹെഡ് ചെയ്യുന്നത്, അതിനെ ലീഡ് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ CS സുജാത കൂടി ലൈനിലുണ്ട്. നമുക്ക് ഇപ്പോൾ തിരിച്ചെത്താം. ആ വീട്ടമ്മയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേട്ടതിന് ശേഷം. വിൻസെന്റ് MLA എൻ്റെ കടയിൽ കയറി വന്നു, എന്നെ കയറി പിടിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇത്രയും ചങ്കൂറ്റം ബാലരാമപുരത്ത് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ കയറി പിടിച്ചു. കടയിൽ വന്ന് എന്നെ ഉപദ്രവിച്ചു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും ഞാൻ പറഞ്ഞു. ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. വിൻസെന്റ് MLA സെപ്റ്റംബർ മാസവും നവംബർ മാസത്തിലും 2 ദിവസം എൻ്റെ ചേട്ടനും മോനും ഇല്ലാത്ത സമയം നോക്കി വന്നു എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും പറഞ്ഞു. ശ്രീമതി സുജാത, ഒരു സാധാരണക്കാരായ വീട്ടമ്മ ഒരു ജനപ്രതിനിധിക്കെതിരെ പറഞ്ഞ വാക്കുകളാണ് താങ്കൾ കേട്ടത്. പാർട്ടി പൂർണ്ണ പിന്തുണയും നൽകുകയാണ് വിൻസെന്റ് MLAക്ക്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? സഹോദരിയുടെ വാക്ക് കേട്ടിട്ട് വല്ലാത്ത സങ്കടവും പ്രയാസവും രോഷവും എല്ലാം തോന്നുകയാണ്. കേരളത്തിലെ ഒരു MLA ആണ്, നിയമനിർമ്മാണ സഭയിലെ ഒരു അംഗമാണ്. വളരെ മോശമായി അവരോട് പെരുമാറുകയായി. ശാരീരികമായും മാനസികമായും ആ സഹോദരിയെ ഉപദ്രവിച്ചിട്ടാണ് അവർ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഒരു MLA ഈ രൂപത്തിൽ ചെയ്തെന്ന് അത് ആക്രമണത്തിന് ഇരയായ ഒരു സഹോദരി തുറന്നു പറയുമ്പോൾ കർശനമായിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതായത് അവരുടെ പാർട്ടി KPCC പ്രസിഡന്റായിട്ടുള്ള പ്രസ്താവന കണ്ടു. അതായത് തെറ്റ് ബോധ്യപ്പെടുന്നത് വരെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ ആക്രമണത്തിന് ഇരയായിട്ടുള്ള സഹോദരി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നല്ലോ, അവരെ ആക്രമിച്ചിരിക്കുന്നു, അവരതിന്റെ സമയം സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം പോലും ആ പാർട്ടിയിൽ അദ്ദേഹത്തെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. ഇത്തരം ആളുകളെല്ലാം സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമായി അത് മാറുന്നു. അതുകൊണ്ടാണ് ഈ നിലയിലേക്ക് കോൺഗ്രസ് ഈ രാജ്യത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്, കേരളത്തിലെ ഗവൺമെന്റ് ഈ രൂപത്തിൽ ആക്രമണത്തിന് ഇരയാകുന്ന സഹോദരിമാരുടെ സംരക്ഷണത്തിന് ഗവൺമെന്റ് ഉണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും ഗവൺമെന്റ് കൊടുക്കും. ഇത് തെറ്റ് ചെയ്തിട്ടുള്ളത് അത് ആരായിക്കോട്ടെ, ജനപ്രതിനിധി ആയിക്കോട്ടെ, അല്ലാത്ത ആളായിക്കോട്ടെ, കർശനമായ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഗവൺമെന്റ് ഉണ്ട്. സ്ത്രീ സുരക്ഷിതത്വത്തിന് ഊന്നൽ കൊടുക്കുന്ന ഗവൺമെന്റ് ഇതിനകം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് അതിന്റെ ശരിയായ രൂപത്തിൽ പോകുമെന്ന് ഞങ്ങൾ കരുതുന്നു. ആ സഹോദരിക്ക് താങ്ങായി അവർക്ക് സംരക്ഷണം കൊടുക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ടാകും. അവരെ ഉപദ്രവിച്ച, അവരെ ശാരീരികമായും മാനസികമായും ആക്രമിച്ച ആൾ എത്ര വലുതാണെങ്കിലും, ഒരു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസ് നമ്മൾ കാണുകയാണ്. ഒരു കോംപ്രമൈസും കേരളത്തിലെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എടുക്കില്ല. ശക്തമായിട്ടുള്ള നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിക്കും. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഭിപ്രായം അത് തന്നെയാണ്. ഇരകളോടൊപ്പം തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ്. ഞങ്ങൾക്കതിൽ അങ്ങേയറ്റത്തെ ആശ്വാസമുണ്ട്. ആ സഹോദരി തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീമതി സുജാത, ഇരയായ സ്ത്രീ തന്നെ MLAക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? വനിതാ നേതാക്കളടക്കം ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ഈ വിഷയത്തിൽ. അതെ, നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിക്കുന്ന ബിന്ദുകൃഷ്ണൻ ഇതുവരെ പ്രതികരിച്ച് കേട്ടിട്ടില്ല. മറ്റു നേതാക്കന്മാർ ആരും ഇതുവരെ പ്രതികരിച്ച് കേട്ടിട്ടില്ല. അവരൊക്കെ എന്തിനാണ് ഈ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അവര് മറ്റെന്തെങ്കിലും സംഭവങ്ങളൊക്കെ വരുമ്പോൾ വാദോരാതെ സംസാരിക്കുന്നവരാണ്. ഇവിടെ സ്വന്തം പാർട്ടിയിലെ ഒരു MLA ആണ്. അതായത് ഇതുപോലെ കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കാനും ജനങ്ങളുടെ വോട്ട് വാങ്ങി, മഹാഭൂരിപക്ഷം വരുന്ന സഹോദരിമാരുടെ അടക്കം വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന ഒരു MLA ആണ്. അവരെ ശാരീരികമായും മാനസികമായും ആക്രമിച്ചു, ഉപദ്രവിച്ചു എന്ന് അവര് തുറന്നു പറയും. അവരവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അവര് തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്നിട്ടും അവരെ അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്നു എന്നുള്ളത് ലജ്ജാകരം തന്നെയാണ്. ഇതിൽ പരമൊരു അപമാനമില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഈ കൂട്ടരെ ഒന്നും വെച്ചു പൊറപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവില്ല. വളരെ നന്ദി ശ്രീ സുജാത പ്രതികരിച്ചതിന്. ജീവൻ കുമാറിലേക്ക് കൂടി പോവുകയാണ്. ജീവൻ, ഈ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ വന്നൊരു സാഹചര്യത്തിൽ ഇതുവരെ KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നമ്മൾ കേട്ടതാണ്. മറ്റ് ആരെങ്കിലും MLAക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടുണ്ടോ? ഒരുപക്ഷെ വളരെ അത്ഭുതാവഹമെന്ന് തന്നെ പറയേണ്ടതായി വരുന്നു. കാരണം ഇതിനു മുമ്പ് കോൺഗ്രസ് നേതാക്കന്മാർ
പല ഘട്ടങ്ങളിലായി ഇത്തരത്തിൽ പീഡന വാർത്തകളിൽ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടതായ ആരോപണം ഉയരുന്ന പശ്ചാത്തലത്തിൽ ഒരു നേരിയ ശബ്ദമെങ്കിലും, ഒരു നേർത്തതെങ്കിലും ഒരു ശബ്ദം സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരാറുണ്ട്. അത് മുൻകാല അനുഭവങ്ങളിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ വിൻസെന്റിനെതിരായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആക്ഷേപം പരിശോധിക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പറയുക, ഒരു ചെറിയ ഒരു വാക്ക് പോലും, അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റായി ഇപ്പോൾ ഇവിടെ എത്തി നമ്മളോട് പ്രതികരിച്ച മറ്റുള്ളവർ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു പ്രതികരണവും നടത്താൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായിട്ടില്ല എന്നതാണ് ഇതിൻ്റെ വസ്തുത. ഒരുപക്ഷെ അവർക്ക് അവരുടേതായ വിശദീകരണങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടാവാം. പക്ഷേ എന്നാൽ പോലും പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന വിധത്തിൽ ഒരു കൃത്യമായ വിശദീകരണം നൽകാൻ കോൺഗ്രസ് പാർട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്ന് അല്പസമയങ്ങൾക്ക് മുമ്പ് സംസാരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ കാര്യത്തിൽ എം വിൻസെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രൂപത്തിലാണ് സംസാരിച്ചത്. KPC അധ്യക്ഷൻ കൂടിയായ MM ഹസൻ പാർട്ടി ഒരന്വേഷണം അല്പം കൂടി കടത്തി പറഞ്ഞ് ഒരു അന്വേഷണവും ഈ കാര്യത്തിൽ നടത്തേണ്ടതില്ല എന്ന ഒരു കൃത്യമായ നിലപാട് ഈ കാര്യത്തിൽ എടുക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാവട്ടെ ഇന്ന് അദ്ദേഹത്തിൻ്റെ 3 പത്രക്കുറിപ്പുകൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട MLAയ്ക്ക് ഇത്തരത്തിൽ ഒരു ആരോപണം വന്നിട്ട് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല. എന്തിനേറെ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പോലും ഈ കാര്യത്തിൽ പ്രതികരിക്കുന്ന ഒരു നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത് എന്നത് തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിലവിൽ 2 സാധ്യതകൾ, ഒരുപക്ഷെ ഈ കാര്യത്തിലുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കേണ്ടതായി വരുന്നു. കാരണം മുൻപ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാവുന്ന പശ്ചാത്തലത്തിൽ ആ ഘട്ടങ്ങളിലെല്ലാം MLAമാർ ആരോപണ വിധേയരാകുന്ന ഘട്ടത്തിൽ ഉടൻ ചാടിക്കേറി രാജി എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുള്ള പാർട്ടിയാണ്. അത്തരം ധാർമ്മികത ഉയർത്തിക്കൊണ്ട് അത്തരം രാജി ആവശ്യം ഉയർത്തിയിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ നിലവിൽ ഇത്തരമൊരു ആരോപണം വരുമ്പോൾ ഈ കാര്യത്തെപ്പറ്റി പ്രതികരിക്കാൻ, രാജി എന്നൊരു ആരോപണം എന്നത് രണ്ടാമത്തെ കാര്യമായിരിക്കാം, പക്ഷേ എന്നാൽ പോലും ഈ വിഷയം അന്വേഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വീട്ടമ്മയുടെ പരാതിയെ സംബന്ധിച്ച് അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം പറയാൻ പോലും ഈ കാര്യത്തിൽ ആരും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. എന്തായാലും ഈ കാര്യത്തിൽ വീട്ടമ്മ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. അത് പരസ്യമായി അവർ പറയാൻ തയ്യാറാവുന്നു എന്ന ധീരത അവർ ഈ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നു. അതോടുകൂടി ഈ കാര്യത്തിൽ എന്തായാലും ഇനി വരും മണിക്കൂറുകളിൽ ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മറ്റ് നടപടികൾ ഉണ്ടാകുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഗ്രീഷ്മ, ജീവൻ, ഒരിക്കൽ കൂടി ആ വീട്ടമ്മയുടെ വാക്കുകൾ കേട്ട ശേഷം നമുക്ക് വളരെ വേഗം തിരികെ എത്താം. വിൻസെന്റ് MLA എൻ്റെ കടയിൽ കയറി വന്നു, എന്നെ കയറി പിടിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇത്രയും ചങ്കൂറ്റം ബാലരാമപുരത്ത് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ കയറി പിടിച്ചു. കടയിൽ വന്ന് എന്നെ ഉപദ്രവിച്ചു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും ഞാൻ പറഞ്ഞു. ഇതിലും ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. എം വിൻസെൻ്റ് MLA സെപ്റ്റംബർ മാസവും നവംബർ മാസത്തിലും 2 ദിവസം എൻ്റെ ചേട്ടനും മോനും ഇല്ലാത്ത സമയം നോക്കി വന്നു എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും പറഞ്ഞു. ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ. ജീവൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത്. എം വിൻസെന്റ് MLA തന്നെ പീഡിപ്പിച്ചു എന്ന് ആരോപിച്ച് ഇവർ പരാതിയുമായി രംഗത്തെത്തിയത്. എങ്ങനെയാണ് സംഭവം ഉണ്ടായത്? ഇതിന്റെ ഒരു ചരിത്രം കൂടി പരിശോധിച്ചാൽ. ഗ്രീഷ്മ, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു രാവിലെയോടുകൂടി ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി നെയ്യാറ്റിങ്കര ബാലരാമപുരം സ്വദേശിയായ വീട്ടമ്മ അമിതമായ നിലയിൽ ഗുളിക കഴിച്ച് നെയ്യാറ്റിങ്കരയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ആത്മഹത്യാ ശ്രമം എന്ന നിലയിൽ മാത്രമാണ് അതിനെ കണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷമാണ് ഈ കാര്യത്തിൽ ഭർത്താവിൻ്റെ പരാതി ഉയർന്നു വരുന്നത്. MLAയുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് തൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നതിന് തുനിഞ്ഞത് എന്നതായിരുന്നു ഭർത്താവിൻ്റെ പരാതി. ഇതേ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന വീട്ടമ്മ
വീട്ടമ്മയുടെ മൊഴി അന്ന് വൈകുന്നേരത്തോടു കൂടി മജിസ്ട്രേറ്റിനെ കൊണ്ട് രേഖപ്പെടുത്തുവാൻ പോലീസ് ശ്രമിച്ചിരുന്നുവെങ്കിലും അവരുടെ നില വഷളായതിനാൽ കഴിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെയോടുകൂടി, അതായത് ഇന്നലെ രാവിലെയോടുകൂടി നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആനി വർഗീസ് അവർ നേരിട്ട് ഈ സംഭവ സ്ഥലത്ത് എത്തുകയും ആശുപത്രിയിൽ എത്തുകയും ഇവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ആ മൊഴിയിലാണ്, ഇവർ മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയിലാണ് ഇത്തരത്തിൽ വിൻസെന്റ് തന്നെ പീഡിപ്പിച്ച ആരോപണം അവർ ഉയർത്തിയത്. എന്തായാലും അതിനുശേഷം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അജിത ബീഗത്തെ ലോക്നാഥ് ബെഹ്റ ഇതിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നു. തുടർന്ന് വളരെ വേഗം അന്വേഷണ ചുമതല ഏറ്റെടുത്ത് അജിത ബീഗം കൊല്ലത്ത് നിന്നും നെയ്യാറ്റിൻകരയിലെത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. ആ മൊഴിയിലും സമാനമായ മൊഴി നൽകിയതോടുകൂടിയാണ് നേരത്തെ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന നിലയിൽ മാത്രം എടുത്ത എഫ്ഐആറിലേക്ക് ബലാത്സംഗം കൂടി ഈ കാര്യത്തിൽ 376 കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. തുടർന്ന് മറ്റ് ശാസ്ത്രീയമായ പരിശോധനകൾക്കായി ഇന്ന് വീട്ടമ്മയെ വിധേയയാക്കി. രാവിലെ നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ഈ വീട്ടമ്മയെ പ്രവേശിപ്പിച്ചു. തുടർന്ന് വീട്ടമ്മയിൽ നിന്നും വൈദ്യപരിശോധന നടത്തുന്നതിനായി പോലീസ് കൊണ്ടുപോയി അവരിൽ നിന്നും വൈദ്യപരിശോധന നടത്തി. അവരുടെ ശാരീരിക നില വഷളായതിനാൽ ആദ്യഘട്ടത്തിൽ വൈദ്യപരിശോധന നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് വൈദ്യപരിശോധന നടത്തിയത്. ഇന്ന് രാവിലെയോടുകൂടി മുതൽ തന്നെ ഇവരുടെ ഒരു പ്രതികരണം എടുക്കുന്നതിനായി നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവർ മുറിയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് അവരുടെ ഇതിലെത്തിയിട്ടാണ് നമ്മളിപ്പോൾ അവരിൽ നിന്നും ഇത്തരത്തിൽ ഒരു പ്രതികരണം എടുത്തത്. പോലീസ് ഇപ്പോൾ നിലവിൽ 3 സാധ്യതകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനി MLAയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. MLA ഇത്തരത്തിൽ ഒരു കേസിൽ പ്രതിയാണ് എന്ന് നിയമാനുസൃതമായി അവർ സ്പീക്കറെ അറിയിച്ചു കഴിഞ്ഞു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ ഓഫീസിലേക്ക് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ കത്ത് നൽകി കഴിഞ്ഞു. ഇനി MLAയെ ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്. MLAയെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി ഒരു ചോദ്യാവലി തയ്യാറാക്കും. ആ ചോദ്യാവലി തയ്യാറാക്കുന്നതിനായി അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം MLAയ്ക്ക് നോട്ടീസ് നൽകി MLA വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. മൊഴി MLAയ്ക്ക് പറയാനുള്ള വിശദീകരണം കൂടി ഈ കാര്യത്തിൽ കേട്ട് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ MLAയെ അറസ്റ്റ് ചെയ്യുമെന്നതാണ് അന്വേഷണ സംഘം എടുത്തിരിക്കുന്ന നിലപാട്. ഗ്രീഷ്മ, ജീവൻ, അതായത് സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ് ഇത്തരത്തിൽ MLA ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്നാണ് വീട്ടമ്മയുടെ മൊഴി. പരാതി നൽകാൻ ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ശക്തനായൊരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെയാണോ? അങ്ങനെ ഒരു ചോദ്യം നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത് സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ വൈകിയത് എന്ന കാര്യം അവർ കൃത്യമായി മജിസ്ട്രേറ്റിനോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ ഗ്രീഷ്മ സൂചിപ്പിച്ചതുപോലെ ശക്തനായ അല്ലെങ്കിൽ സ്വന്തം മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധിക്കെതിരെ ഇത്തരത്തിൽ പരാതി പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന ഒരു നിലപാടുള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ഇത്തരത്തിൽ പരാതി നൽകുന്നതിന് വൈകിയത് എന്നതാണ് ലഭിക്കുന്നൊരു അനുമാനം. എന്തായാലും ഇന്നലെ ഇത് സംബന്ധിച്ച് MLAയുടെ അനുജനുമായി തന്നെ രക്ഷിക്കണമെന്ന തരത്തിൽ വിൻസെന്റ് നടത്തിയ ശബ്ദ ശകലം പുറത്തായിരുന്നു. അതിനുശേഷം വീട്ടമ്മ തന്നെ തന്റെ മരണമൊഴി പോലെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതിന് 8 ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ സഹോദരനോട് പറഞ്ഞ ഫോൺ സംഭാഷണവും ഇത്തരത്തിൽ പുറത്തായിരുന്നു. ഈ 2 സംഭാഷണങ്ങളിലും വളരെ കൃത്യമായ ഡോക്യുമെന്റ് വിൻസെന്റിനെതിരാണ്. എന്നിരുന്നാൽ പോലും ഈ കാര്യത്തിൽ വീട്ടമ്മയിൽ നിന്ന് നേരിട്ടൊരു പ്രതികരണം എടുക്കണം എന്ന ഒരു നിലപാട് നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ വീട്ടമ്മയിൽ നിന്ന് താൻ പീഡിപ്പിക്കപ്പെട്ടു, തന്നെ മാനസികമായും ശാരീരികമായും വിൻസെന്റ് MLA പീഡിപ്പിച്ചു എന്ന നിലപാടുമായി ഇപ്പോൾ വീട്ടമ്മ കോളം MLAക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഗ്രീഷ്മ, ജീവൻ, അതായത് ഇക്കാര്യത്തിൽ പീഡിപ്പിക്കപ്പെട്ട കാര്യം ആരോടും പറയരുതെന്ന് എന്ന തരത്തിൽ മാനസികമായും വിൻസെന്റ് MLA യുവതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അങ്ങനെ കൃത്യമായി സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല എങ്കിൽ പോലും വിൻസെന്റ് ഈ കാര്യത്തിൽ ഒരുപക്ഷെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള വിൻസെന്റിന്റെ സ്വാധീനം ഭയന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ഇത്രയധികം പരാതി കൊടുക്കുന്നതിനായി വൈകിട്ടുണ്ടാവുക എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു അനുമാനം. അല്ലെങ്കിൽ അവർ ഇന്നലെ പറഞ്ഞ ഓഡിയോ ടേപ്പിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തനിക്ക് ഭ്രാന്താണെന്നായിരിക്കും, തന്നെ ഭ്രാന്തിയായി ചിത്രീകരിക്കാനായിരിക്കും ആളുകൾ ശ്രമിക്കുക. അതുകൊണ്ട് നീയെങ്കിലും ഈ കാര്യം അറിഞ്ഞിരിക്കണമെന്ന് ഈ ഇരയായ അല്ലെങ്കിൽ ഈ പീഡനത്തിനിരയായ വീട്ടമ്മ അവരുടെ സഹോദരനായ ബാബുവിനോട് സംസാരിക്കുന്ന ശബ്ദരേഖ ഇന്നലെ പീപ്പിൾ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ പീഡന വാർത്ത
അല്ലെങ്കിൽ പീഡനം നടന്നു എന്ന കാര്യം വീട്ടമ്മ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് ഇതോടുകൂടി വിൻസെന്റ് എതിരെയുള്ള കുരുക്ക് മുറുകുകയാണ് എന്ന് തന്നെ പറയേണ്ടതായി വരും. ഗ്രീഷ്മ. ജീവൻ തിരുവകരം ഒരിക്കൽ കൂടി ആ ഇരയായ വീട്ടമ്മയുടെ വാക്കുകൾ കേട്ടതിനു ശേഷം. വിൻസെന്റ് എംഎൽഎ എൻ്റെ കടയിൽ കയറി വന്നു, എന്നെ കയറി പിടിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇത്രയും ചങ്കൂറ്റം ബാലരാമപുരത്ത് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ കയറി പിടിച്ചു. കടയിൽ വന്ന് എന്നെ ഉപദ്രവിച്ചു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും ഞാൻ പറഞ്ഞു. ഇതിലും ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. വിൻസെന്റ് എംഎൽഎ സെപ്റ്റംബർ മാസവും നവംബർ മാസത്തിലും 2 ദിവസം എൻ്റെ ചേട്ടനും മോനും ഇല്ലാത്ത സമയം നോക്കി വന്നു എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും പറഞ്ഞു. ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ. തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരയായ വീട്ടമ്മ. കോൺഗ്രസ് എംഎൽഎ എം വിൻസെന്റ് തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരയായ വീട്ടമ്മ. കടയിൽ കയറി തന്നെ കടന്നു പിടിച്ചു എന്നാണ് അവർ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിരിക്കുന്നത്. വാക്കുകളിലേക്ക്. വിൻസെന്റ് എംഎൽഎ എൻ്റെ കടയിൽ കയറി വന്നു, എന്നെ കയറി പിടിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇത്രയും ചങ്കൂറ്റം ബാലരാമപുരത്ത് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ കയറി പിടിച്ചു. കടയിൽ വന്ന് എന്നെ ഉപദ്രവിച്ചു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും ഞാൻ പറഞ്ഞു. ഇതിലും ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. വിൻസെന്റ് എംഎൽഎ സെപ്റ്റംബർ മാസവും നവംബർ മാസത്തിലും 2 ദിവസം എൻ്റെ ചേട്ടനും മോനും ഇല്ലാത്ത സമയം നോക്കി വന്നു എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും പറഞ്ഞു. ജീവൻ എം വിൻസെന്റിനെതിരെ ഒരു അന്വേഷണത്തിന് ഇപ്പോൾ ഇല്ല എന്നാണ് കോൺഗ്രസ് പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ പല നേതാക്കളുടെയും പ്രതികരണത്തിനായി ശ്രമിച്ചുവെങ്കിലും അവരാരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതുപോലെ ഈ പാർട്ടി ഒറ്റടങ്കം വിൻസെന്റ് എംഎൽഎ സപ്പോർട്ട് ചെയ്ത് ഒപ്പം നിൽക്കുകയാണോ? എതിരഭിപ്രായമുള്ള ഒറ്റ നേതാക്കൾ പോലും നിലവിൽ ഇപ്പോൾ കോൺഗ്രസിലില്ലേ? ഗ്രീഷ്മ ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഇത് സംബന്ധിച്ച് ആരോപണം ഉയരുന്ന ഘട്ടത്തിൽ തന്നെ പല ഘട്ടങ്ങളിലും വളരെ ധീരമായ നിലപാടെടുക്കാറുള്ള വ്യക്തികൾ പോലും ഈ കാര്യത്തിൽ ഒരുപക്ഷെ മൗനം അവലംബിക്കുകയാണ്. ഒരുപക്ഷെ അവർക്ക് അവരുടേതായ അതിന് പറയാൻ ന്യായീകരണങ്ങളും ഉണ്ടാവാം. 1964 സമാനമായൊരു ആരോപണം പി.ടി. ചാക്കോയ്ക്കെതിരെ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് അന്ന് കോൺഗ്രസ് വളരെ ശക്തമായ നിലപാടെടുക്കുകയും അന്ന് ചാക്കോയെ അനുകൂലിക്കുന്ന ആളുകൾ ഒരു പറ്റം എംഎൽഎമാർ പുറത്തു പോവുകയും കേരള കോൺഗ്രസ് രൂപീകരിക്കുകയും ചെയ്തത് എന്ന ചരിത്രം നമുക്കറിയാം. അതുമുതൽ 1964 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിരവധി ലൈംഗിക പീഡന പരാതികൾ കോൺഗ്രസ് എംഎൽഎമാർക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. കോൺഗ്രസ് മന്ത്രിസഭകളിൽ പ്രവർത്തിച്ച വ്യക്തികൾക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ എല്ലാം അവസാനം എന്നോണമാണ് കഴിഞ്ഞ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കെതിരെ പോലും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നു. അന്നൊക്കെ വളരെ പ്രതിരോധിക്കാൻ വളരെ ദുർബലമായ വാദങ്ങൾ നിരത്തിയ കോൺഗ്രസ് വീണ്ടും ഊരാക്കുടുക്കുകളിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്നും അവർ പാഠം പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് CS സുജാത നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വീണ്ടും നേതാക്കന്മാർ ഇത്തരത്തിൽ വലിയ ആരോപണങ്ങളിൽ കുടുങ്ങുന്നു. അല്ലെങ്കിൽ സ്വന്തം വ്യക്തി ജീവിതത്തിൽ ഇത്തരത്തിൽ ചില സംശുദ്ധത വരുത്തേണ്ടതുണ്ട് എന്ന് ജനം കരുതപ്പെടുന്ന ആളുകൾ ഇത്തരത്തിൽ പെരുമാറുന്നു എന്നതാണ് ഒരുപക്ഷെ ജനത്തെ ചിന്താക്കുഴപ്പത്തിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകാൻ പോകുന്ന ഒരു ആരോപണവും അതുതന്നെയാണ് വിൻസെന്റിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. നേരത്തെ സമാനമായ രൂപത്തിൽ മറ്റ് ചില ആരോപണങ്ങൾ കൂടി ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇതിനോട് കോൺഗ്രസ് പാർട്ടി പുലർത്തുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ
കൺട്രോൾ റൂമിൽ നിന്ന് നിരവധി കോൺഗ്രസ് നേതാക്കന്മാരെയും വനിതാ നേതാക്കന്മാരെയും ബന്ധപ്പെടുന്നുണ്ട് എന്നതാണ് അവർ നമ്മളോട് പറയുന്നത്. എന്നാൽ ഒരാൾ പോലും ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ പ്രതികരണം സാധ്യമല്ല എന്ന നിലയിലാണ് അവർ പറയുന്നത്. ചിലർ വിളിച്ചിട്ട് നമ്മളുടെ നമ്പർ അറിയാവുന്നവർ ഫോൺ എടുക്കുന്നില്ല. രണ്ട്, എടുക്കുന്നവർ തന്നെ അയ്യോ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന തരത്തിൽ പറയുകയും ചെയ്യുന്നു. അതിന് തീർച്ചയായും ഒരു പാർട്ടിയുടെ ഒരു MLA-ക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ ഒന്നുകിൽ സധൈര്യം പോരാടുക, പ്രതിരോധങ്ങൾ നിരത്തുക എന്ന വാദത്തിൽ നിന്നും ഒളിച്ചോടുക എന്ന തൊടിനായത്തിലേക്ക് കോൺഗ്രസ് ഓടി ഒളിക്കുന്നു, മുതിർന്ന നേതാക്കൾ ഓടി ഒളിക്കുന്നു. പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന് പറയുന്ന രമേശ് ചെന്നിത്തല ഈ കാര്യത്തിൽ ഒരു വരി പോലും ഉണ്ടാകാൻ തയ്യാറാവുന്നില്ല. ഉമ്മൻചാണ്ടി വിൻസെന്റിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. MM ഹസൻ ഈ കാര്യത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ പാർട്ടി ഒരു അന്വേഷണവും നടത്താൻ തയ്യാറാവില്ല എന്ന് കൃത്യമായി പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 64 മുതൽ ഇങ്ങോട്ടുള്ള നിരവധി ചരിത്രം പരിശോധിച്ചാൽ സോളാർ കേസിന്റെ ചരിത്രത്തിൽ അതിനു മുമ്പ് നിലമ്പൂരിലെ പാർട്ടി ഓഫീസിനുള്ളിൽ ഒരു സ്ത്രീ രാധ എന്ന തൂപ്പുകാരി കൊല്ലപ്പെട്ട, ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം, അന്നത്തെ മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ ഒടുവിൽ പുറത്താക്കേണ്ടതായി വരുന്ന ഒരു സംഭവം, അയാളെ കോടതി ശിക്ഷിക്കുന്ന ഒരു സംഭവം ഉയർന്നു വരുന്ന ഈ പശ്ചാത്തലത്തിൽ, അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ കാലഘട്ടത്തെ ഇതും കൂടി കൂട്ടി വായിക്കേണ്ടത്. എന്തായാലും അനുഭവങ്ങളിൽ നിന്നും കോൺഗ്രസ് പാഠം പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്ന നേരത്തെ നമ്മളോട് പ്രതികരിച്ച CS സുജാതയുടെ വാക്കുകൾ കടമെടുത്ത് തന്നെ പറയേണ്ടതായി വരും. ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ആരോപണങ്ങളിൽ കോൺഗ്രസ് എന്തുകൊണ്ട് കുടുങ്ങുന്നു എന്ന ഒരു സ്വയം പരിശോധന സ്വാഭാവികമായും നടത്തേണ്ടി വരുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയേണ്ടതായി വരും. ഗ്രീഷ്മ, ജീവൻ, അതായത് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു അന്വേഷണം ഉണ്ടാകാൻ എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത്? അതിന് അവർ പറയുന്ന ന്യായീകരണം എന്താണ്? ഇരയായ സ്ത്രീ തന്നെ പറയുകയാണ് താൻ നിരന്തരമായി MLA-യിൽ നിന്നും ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നുവെന്ന്. ഇനിയും എന്ത് തെളിവിന് വേണ്ടിയാണ് പാർട്ടി നേതൃത്വം കാത്തു നിൽക്കുന്നത്? രാജ്യ ആവശ്യം എന്നതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം പോലും പ്രഖ്യാപിക്കാത്തതിന് ഇവർ നൽകുന്ന ന്യായീകരണം എന്താണ്? അത്തരം വിശദീകരണങ്ങൾ പലപ്പോഴും തൊടുന്യായങ്ങളാണ് എന്നത് നമുക്കറിയാം. ഒരുപക്ഷെ ഏകപക്ഷീയമായ ഒരു പാർട്ടി സംവിധാനം ഒന്നടങ്കം ഒരു വ്യക്തിയുടെ പിന്നിൽ അണിനിരക്കാൻ തീരുമാനിക്കുക എന്നത് തീർച്ചയായും അത്തരം വ്യക്തികൾക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യം. തുടരുക. ഇപ്പോൾ ജയഗീത കൂടി ചേരുകയാണ്. ജയഗീത, സാധാരണക്കാരൊരു ഒരു വീട്ടമ്മ ഒരു MLA-ക്കെതിരെ ശക്തമായ രംഗത്ത് വന്നിരിക്കുകയാണ്. താൻ നിരന്തരമായി MLA-യിൽ നിന്നും ശാരീരികവും മാനസികവുമായി പീഡനം അനുഭവിച്ചു എന്ന തരത്തിൽ. ഇതിനെതിരെ MLA എന്നല്ല കോൺഗ്രസ് പാർട്ടി നേതൃത്വം പോലും ഒന്നും പ്രതികരിക്കുന്നില്ല, ഒരു അന്വേഷണത്തിന് പോലും അവർ മുതിരുന്നില്ല. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ശരിക്കും ഇത്തരം പീഡന വാർത്തകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട്. വളരെയധികം ഖേദത്തോടുകൂടിയും അപമാനഭാരത്തോടുകൂടിയും അല്ലാതെ മലയാളികൾക്ക് ഇത് കേൾക്കാൻ കഴിയില്ല. അത് ഒരു വസ്തുത. പിന്നീട് ഒരു MLA എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ്, അതും അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഉന്നതനായ, അതായത് പാർട്ടിയുടെയോ ആയിക്കൊള്ളട്ടെ, ഉന്നതരായ വ്യക്തികൾ എന്ന് നമ്മൾ കരുതുന്ന, സമൂഹത്തിന് മാതൃകയായി തീരേണ്ടവർ എന്ന് കരുതുന്ന, ജനാധിപത്യത്തിന്റെ പ്രത്യേകിച്ചും സംരക്ഷകർ എന്ന് കരുതുന്ന ആളുകളിൽ നിന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് കേസ് അന്വേഷണത്തിലൂടെ തെളിവാക്കേണ്ടതാണെങ്കിൽ കൂടിയും ഇത്തരം ആരോപണങ്ങൾ കടുത്ത ഗൗരവത്തോടുകൂടി വേണം സമൂഹം ഇത് കാണുന്നത് എന്ന്. അത് പാർട്ടി, അതായത് ഏത് പാർട്ടിയിൽപ്പെട്ട ആളിനെതിരെയാണോ ആരോപണം വന്നിരിക്കുന്നത് ആ പാർട്ടിയുടെ നേതൃത്വം അത് അത്രയധികം ഗൗരവത്തോടുകൂടി ഇത് കാണേണ്ടതുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സമൂഹം നോക്കിക്കാണുന്ന മാതൃകകളാക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളായിട്ടാണ് നമ്മൾ ഇത്തരം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെയും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും മറ്റ് ഏതൊരു ഇതര മേഖലകളിലായാലും ഉയർന്നു വരുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ അത്തരത്തിലാണ് കാണുന്നത്. ജനപ്രതിനിധി കൂടിയാകുമ്പോൾ അങ്ങേയറ്റം സങ്കീർണവും ഗൗരവതരമായ ഒരു വിഷയമാണിത്. അപ്പോൾ അടിയന്തരമായി തന്നെ ആ പാർട്ടി നേതൃത്വം ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കുകയോ അതുമല്ലെങ്കിൽ സത്യം പുറത്തു വരുന്നവരെയെങ്കിലും പാർട്ടിയുടെ ഒരു എന്താണ് നിലപാട് എന്നത് വ്യക്തമാക്കുകയോ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വീട്ടമ്മയോ അല്ല ഉദ്യോഗസ്ഥയോ ആരോ ആയിക്കൊള്ളട്ടെ, ഒരു സ്ത്രീ ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണേണ്ട വസ്തുത. ആ സ്ത്രീക്കെതിരെ ശാരീരികവും മാനസികവുമായ പീഡനം നടന്നു എന്ന് അവർ തന്നെ വിളിച്ചു പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ തികഞ്ഞു പോകുന്നതിനും അപ്പുറത്തേക്ക് പറഞ്ഞ ആൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകളുടെ അപ്ഡേറ്റ്സ് എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിൽ കൂടി വളരെ അടിയന്തരമായി ആ സംഘടനയിൽപ്പെട്ട ആളുകൾ ഈ കാര്യത്തിൽ അതീവ ഗൗരവത്തോടു കൂടിയുള്ള ഒരു പ്രസ്താവന നടത്തുകയും കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ എന്ത് നടപടിയാണ് അവർ എടുക്കുന്നത് എന്ന് സമൂഹം ഉറ്റുനോക്കുന്നു എന്നത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്.
സമാനമായ പല സംഭവങ്ങളിലും നമ്മൾ ഈ അടുത്ത കാലത്ത് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നടിക്കെതിരെ നടന്ന അപമാന ശ്രമത്തിനെതിരെ അല്ലെങ്കിൽ അധിക്ഷേപത്തിനെതിരെ ഒക്കെ സമൂഹം എത്ര ഗൗരവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത്. കാരണം നമ്മൾ എപ്പോഴും കാണുന്നത് ഇതാണ്. അപ്പോൾ ആ ഒരു ചർച്ചയിൽ നമ്മൾ പറയാറുണ്ട് അത് ചലച്ചിത്ര ലോകമായതുകൊണ്ടാണ്. ഒരിക്കലുമല്ല, ചലച്ചിത്ര ലോകം എന്നല്ല, സമൂഹം ആരാധനയോടുകൂടി അല്ലെങ്കിൽ മാതൃകയാക്കാൻ വേണ്ടി പലതരത്തിൽ അത് കലാകാരന്മാരാകുമ്പോൾ അവരുടെ കലയുടെ പേരിലായിരിക്കാം, രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവതരമായ കാര്യമാണിത്. കാരണം MLA എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിനെ എത്രയോ സാധാരണക്കാരടങ്ങുന്ന മനുഷ്യർ അവരുടെ വോട്ട് ചെയ്താണ് അദ്ദേഹത്തെ MLA ആക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്തെ മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോ ആയിട്ടുള്ളവർ ഇത്തരം ആരോപണങ്ങളിൽ പെടുമ്പോൾ വളരെ കർശന നടപടികൾ അത് പ്രസ്ഥാനം അവരുൾപ്പെടുന്ന പ്രസ്ഥാനമാണ് ആദ്യം ഏറ്റെടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ചെയ്യിക്കുന്നതിനേക്കാൾ ഉപരി സ്വന്തമായി തോന്നി അത് ചെയ്യുമ്പോഴാണ് ആ പ്രസ്ഥാനത്തിന്റെ ഒരു സാംസ്കാരിക നിലപാട്, അതിന്റെ ഒരു പ്രബുദ്ധത വെളിയിൽ വരുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ശ്രീമതി ജയഗീത, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോപണ വിധേയൻ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വളരെ വലിയത് തന്നെയാണ്. അതുകൊണ്ട് ധാർമ്മികത മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഒന്നുകിൽ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക, അല്ലെങ്കിൽ പാർട്ടി തന്നെ അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെക്കുക, ചുരുങ്ങിയത് ഒരു അന്വേഷണത്തിനെങ്കിലും ഉത്തരവിടുക. ഇതൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ശരിക്കും അത് തന്നെയാണ് ആദ്യത്തെ നടപടി. ഒരു സംഘടന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സംഘടന കൊണ്ട് ശക്തരാകുവാനാണ് ശ്രീനാരായണ ഗുരുദേവൻ അടക്കം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സംഘടന എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇത്തരം ഘട്ടങ്ങളിലാണ് സംഘടന ബോധ്യമാക്കി കൊടുക്കേണ്ടത്. അതിന്റെ പ്രത്യയശാസ്ത്ര ബോധ്യം എന്ത് എന്ന് ഒരുപക്ഷെ അഴിമതിക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവകാശവാദങ്ങൾ പല സംഘടനകളും ഉന്നയിക്കുന്നുണ്ടാകാം. പക്ഷേ സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം അപമാനകരമായ പെരുമാറ്റം ആ സംഘടനയിൽപ്പെട്ട ആളുകളിൽ നിന്നും ഉണ്ടായില്ലയോ എന്നുള്ളതിന് അത് രണ്ടാമത്തെ ഉത്തരമാണ്. ആദ്യത്തെ ഉത്തരം അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നു എന്നതാണ്. അങ്ങനെ ഒരു ആരോപണം ഉണ്ടായ സ്ഥിതിക്ക് ആ ആരോപണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് നിലപാടാണ് സംഘടന ഏറ്റെടുക്കുന്നത് അത് വ്യക്തമാകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ചും അദ്ദേഹം ഒരു MLA ആയതുകൊണ്ട്. വളരെ നന്ദി ശ്രീമതി ജയഗീത ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും വിൻസെന്റ് MLAക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരയായ വീട്ടമ്മ. MLA തന്നെ ശാരീരികവും മാനസികവുമായും നിരന്തരം പീഡിപ്പിച്ചതായാണ് വീട്ടമ്മ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. മലബാർ വാച്ചസിന്റെ നവീകരിച്ച കൊല്ലം ഷോറൂം കൊല്ലം മേയർ അഡ്വക്കേറ്റ് വി രാജേന്ദ്ര ബാബു ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഹെഡ് ഷാജി കക്കോടി, മലബാർ വാച്ചസ് ഹെഡുമാരായ വിശ്വനാഥൻ, സിബിൻ അലി ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിനോട് ചേർന്നാണ് വാച്ചസിന്റെ ഷോറൂം.